അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു 1977. ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി നിലംപരിശായി. ഇന്ദിര എന്ന രാഷ്ട്രീയം അവിടെ അവസാനിച്ചു എന്ന് ശത്രുക്കളും ഇതിന് ലോകം തന്നെ വിധിയെഴുതിയൊരു സമയമാണ്. ഇന്ദിരാഗാന്ധി ശരിക്കും ഒറ്റപ്പെട്ടു പോയ സമയം. അങ്ങനെ ആ അവസരത്തിലാണ് ബീഹാറിൽ ബെൽച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഒരു സവർണ മാടമ്പി കൂട്ടം 8 ദളിതരെ ജീവനോടെ ചുട്ടുകൊന്നു. കുട്ടികളുണ്ടായി, സ്ത്രീകളുണ്ടായി. ബെൽച്ചിയുടെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല. രാജ്യം ഞെട്ടിപ്പോയ നടുങ്ങിപ്പോയൊരു സംഭവമാണ്. ബീഹാറിലും വലിയ ചർച്ചകളൊക്കെ. പക്ഷേ അവർക്ക് നീതി കിട്ടും എന്ന് തോന്നിക്കുന്ന യാതൊരു ശ്രമവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തൊരു സാഹചര്യത്തിൽ ബെൽച്ചിയുടെ കരച്ചിൽ ഇന്ദിരാഗാന്ധി ഇന്ദ്രപ്രസ്ഥത്തിലിരുന്ന് കേട്ടു. ഇന്ദിരാഗാന്ധി കേട്ടു എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധി അവിടേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ബെൽച്ചിയിൽ പോകണം, അവരെ കാണണമെന്ന് ഇന്ദിരാഗാന്ധി തീരുമാനമെടുത്തു. അപ്പോൾ ഒരുപാട് ആളുകൾ കൂടുതലുള്ളവർ പറഞ്ഞു, മാഡം അങ്ങോട്ട് പോകാൻ കഴിയില്ല, റോഡുകളില്ല, വാഹനങ്ങൾ ചെന്നെത്തില്ല, അങ്ങോട്ട് പോകുന്ന ദുഷ്കരമായ ഒരു പരിശ്രമമായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്ത് വന്നാലും വേണ്ടില്ല, എനിക്കവിടെ പോകണം. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ ഒരു ഭാഗത്ത്, ഭീഷണികളും ഉണ്ടായി. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ, എന്നേക്കുമായി നിങ്ങളുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നുള്ള തരത്തിലാണ് സവർണ മാടമ്പിമാർ ഭീഷണിപ്പെടുത്തിയത്. ബെൽച്ചിയിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല. കാരണം ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാൾ ബെൽച്ചിയിൽ വന്ന് ദളിതർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു അലയൊലികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നേറ്റം ഈ സവർണ മേധാവിത്വമുള്ള ആളുകൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല എന്ന് അവർക്കറിയായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധി ചെന്നു നോക്കുന്ന സമയത്ത് ബെൽച്ചിക്ക് മുന്നിൽ കനത്ത മഴയാണ്, കാറ്റാണ്, പേമാരിയാണ്, കാൽമുട്ടോളം ചെളി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വഴികളാണ്. അവിടെ ചെന്ന് ഇന്ദിരാഗാന്ധി ചോദിക്കുന്നുണ്ട്, എന്തായാലും ബെൽച്ചിയിലെത്തണം, എങ്ങനെ കടന്നു പോകും? അപ്പോൾ ആനപ്പുറത്ത് കയറി ബെൽച്ചിയിലേക്ക് ചെല്ലാം എന്ന് കൂടെയുള്ളവർ പറയാണ്. ആന വന്നു, ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത് കയറി. ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലെത്തി, അവിടുത്തെ ജനങ്ങളുടെ കൂടെ നിന്നു, അവരുടെ വിഷമങ്ങൾ കേട്ടു. ഇന്ദിരാഗാന്ധി അവരെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ ബെൽച്ചി എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിൻ്റെ ഒരു അധ്യായമായി മാറി. ബെൽച്ചി മൊമെൻ്റ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പ്രത്യേക ടേം തന്നെയാണ്. അത്തരം തിരിച്ചുവരവുകളുടെ ഒന്നല്ല, ഒരു 100 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും കൃത്യമായ രാഷ്ട്രീയമുള്ള, നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രീയം അവസാനിക്കില്ല, ഒരു രാഷ്ട്രീയ പൈതൃകം കെട്ടുപോകില്ല എന്ന് തീർച്ചപ്പെടുത്തിയ, പറഞ്ഞു വെച്ച മഹത്തായ അധ്യായമായി ബെൽച്ചി അധ്യായം മാറുകയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. 1984 ഒക്ടോബർ 31 അവർ ധീര രക്തസാക്ഷിയാകുന്നവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി.